ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൊട്ടാരത്തിലെ തമ്പുരാട്ടി. പിന്നെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷത്രിയ രക്തമല്ലേ? ശത്രുക്കളെ കൊന്നൊടുക്കാനുള്ള യുദ്ധം തന്നെയായിരിക്കും ലക്ഷ്യം. നരേന്ദ്ര, നീയും രമാദേവിയും ഇനി സൂക്ഷിച്ചോ. ചെയ്ത കുറ്റ പാപങ്ങൾക്കും എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടണ്ടേ? അതിനുള്ള ആരംഭമായി കഴിഞ്ഞു. ഈ വൈദേഹി ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ? എന്റെ നാവ് കൊണ്ട് നീ അതറിയണ്ട. നിന്റെ ഏത് നീചപ്രവൃത്തിക്കും കൂട്ടുനിൽക്കുന്ന ഒരാളുണ്ടല്ലോ, രമാദേവി. ചെല്ലേ, ചെന്ന് അവരോട് ചോദിക്കേ. അവര് പറയും വൈദേഹി ആരാണെന്ന്. താനെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. താൻ പറഞ്ഞത് ശരിയാണെന്ന് ആലോചിക്കായിരുന്നു. ഇളയ തമ്പുരാട്ടിയുടെ വരവ് നമുക്ക് ഗുണം ചെയ്യില്ലേ? ഇയാൾ എന്തോന്നും പറയാത്തെ? ഇയാളുടെ പാട്ടുകൊള്ളത്തിലെന്ന് പറഞ്ഞുകൊണ്ടാണോ? അതൊരു പൊടിക്കൊക്കെ കൊള്ളാം. അങ്ങനെ എനിക്ക് ആരുടെയും സിമ്പതി ഒന്നും വേണ്ട. ഓ എടോ, തൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റൊരു ജയിലിലേക്ക് മാറ്റണം. അവിടെ കിടക്കുന്തോറും മരണഭയത്തിലാ ദാസേട്ടൻ കഴിയുന്നത്. താൻ പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഇപ്പോൾ തന്നെ സഹായിക്കാൻ ഒരു രക്ഷക കൂടി വന്നില്ലേ, വൈദേഹി തമ്പുരാട്ടി. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് അച്ഛനെ രക്ഷിച്ച ആ ഭഗവാൻ ആരാണെന്ന്. തന്റെ പ്രാർത്ഥന കേട്ട് ബോധിച്ച ഏതെങ്കിലും ഭഗവാനായിരിക്കും. കൃഷ്ണനാകാനാണ് സാധ്യത. ഈ ചെറുപ്പക്കാര് പെൺപിള്ളേരുടെ പ്രാർത്ഥന കേട്ടാ ഉടനെ പ്രസാദിക്കുന്ന ദൈവം അതേ ഉള്ളൂ. എന്നാലും ആള് സുന്ദരിമാരുടെ പ്രാർത്ഥനയ്ക്കാണല്ലോ മുൻതൂക്കം കൊടുക്കാറ്. ചിലപ്പോ തന്നോടൊരു അനുകമ്പ തോന്നിട്ടൊക്കെ ആയിരിക്കും. ഓ, സമ്മതിച്ചു. ഇയാള് വണ്ടി ഓടിച്ചാട്ടെ. നേരെ ചൊവ്വേ വണ്ടി ഓടിക്കാൻ അറിയാത്ത തനിക്കൊക്കെ ലൈസൻസ് എന്നും മോട്ടോർ വകുപ്പിനെ പറഞ്ഞാൽ മതിയല്ലോ. ഡ്രൈവറാണത്ര ഡ്രൈവർ. അതെ, താനും കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട. താൻ രമാമ്മയുടെ പവറിൽ നടക്കുന്നെങ്കിലും അവിടുത്തെ കുശിനിക്കാരിയാ, അതും മറക്കണ്ട. കുശിനിക്കാർക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന് അവരുടെ കൈപുണ്യത്തില തന്നെ പോലുള്ളവര് 4 നേരം സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ കാണായിരുന്നു പ്രമേഹവും അൾസറും ഗ്യാസും ഒക്കെ ആയിട്ട് ആശുപത്രി മുഴുവൻ കയറി ഇറങ്ങുന്നത്. അയ്യോ മതിയേ. എങ്കിൽ താൻ നിർത്തിക്കോ. ആ നിർത്തി. ഓടക്കുഴൽ വിളി കേട്ടോ രാധേ, എൻ രാധേ രാധേ. അയ്യോ, ഒരു പാട്ടുകാരൻ. ഒന്ന് നിർത്തിക്കേ. താങ്കടതത്തം ആ തിന്നം തത്തം, താങ്കടതത്തം ആ തിന്നം തത്തം, താങ്കടതത്തം ആ തിന്നം തത്തം, താങ്കടതത്തം ആ തിന്നം തത്തം.